പല രോഗങ്ങളും ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ അമുക്കുരം അഥവാ അശ്വഗന്ധ പണ്ട് മുതലേ ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു. ഈ സസ്യം നമ്മളുടെ ശരീരത്തിനായിട്ടുള്ള പല ആനുകൂല്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിൽ അമുക്കുരം ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും. അശ്വഗന്ധ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ഗുണങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം. അതിലാദ്യമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ സ്കിന്നിന് ഈ അശ്വഗന്ധ തരുന്ന ഗുണങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ സ്കിൻ നന്നായിട്ടിരിക്കാനായിട്ട് ഇലാസ്റ്റിനും കൊളാജനും ഹൈലറോണും ഒക്കെ നന്നായിട്ട് സഹായിക്കും. അത് നന്നായിട്ട് ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ നന്നായിട്ടിരിക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. അമുക്കുരം പൊടിച്ചത് തേനിലോ പാലിലോ കലർത്തി ടോണറായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാം. ഇലാസ്റ്റിനും കൊളാജനും ഹൈലറോണും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇതേറെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്കിൻ നന്നായിട്ട് തിളങ്ങാനായിട്ട് ഇത് സഹായിക്കും. നമുക്കറിയാം, ഹൈലറോൺ നമ്മുടെ മുഖത്ത് ജലാംശം നിലനിർത്താനും ഇലാസ്റ്റിൻ നമ്മുടെ മുഖത്ത് നല്ല സോഫ്റ്റ്നെസ് തരാനും അതുപോലെ തന്നെ കൊളാജൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റനായിട്ട് ഇരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി ഈ അശ്വഗന്ധ നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആയുർവേദ ഷാമ്പുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ചേരുവകളിലൊന്നാണ് അശ്വഗന്ധ അഥവാ അമുക്കുരം. നമ്മുടെ ശിരോചർമ്മത്തെ ഉത്തേജിപ്പിക്കുന്നതിനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും താരനെ പ്രതിരോധിക്കുന്നതിനും ഏറെ ഉത്തമമാണിത്. നമ്മുടെ മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നൽകുന്ന പിഗ്മെൻ്റാണ് മെലാനിൻ. മെലാനിൻ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാനും ഇത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടി നരയ്ക്കുന്നത് മന്ദഗതിയിലാക്കുന്നതിനും അവയ്ക്ക് ആരോഗ്യകരമായിട്ടുള്ള തിളക്കം നൽകുന്നതിനും ഒക്കെ അമുക്കുരം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ അശ്വഗന്ധയുടെ മറ്റൊരു ഗുണമാണ് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളത്. നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ ഊർജ്ജ നിലയും ഉയർത്താനും ഏകാഗ്രത മെച്ചപ്പെടുത്താനും ഉത്തമമാണ് ഈ ഒരു ആയുർവേദ സസ്യം. സ്ട്രെസ്സിൽ നിന്നും ആശ്വാസമേകുന്ന നിരവധി ഗുണങ്ങളുണ്ട് ഇവയ്ക്ക്. ഇത് നമ്മളെ നന്നായിട്ട് ഉറങ്ങാനായിട്ട് സഹായിക്കുകയും നമ്മുടെ മനസ്സിനെ ആരോഗ്യകരമായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ രക്തത്തിലെ അമിതമായിട്ടുള്ള കോർട്ടിസോൾ മൂലമുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് ഒഴിവാക്കാനും സഹായിക്കും. നമ്മുടെ സമ്മർദ്ദനില നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രതിരോധിക്കുവാനും ഇതേറെ സഹായിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഈ അമുക്കുരം ആരോഗ്യമുള്ള ആളുകൾക്കും പ്രമേഹമുള്ളവർക്കും ഒരുപോലെ ഗുണകരമായിട്ട് പ്രവർത്തിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരഭാരത്തിലെ വർധനവ്, അണുബാധ, കുറഞ്ഞ ഊർജ്ജനില എന്നിവ പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളെയും അകറ്റി നിർത്താനായിട്ടും സഹായിക്കും. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും സാധാരണമായിട്ടുള്ള പരാതികളിലൊന്നാണ് ആങ്സൈറ്റി. ഈ പ്രശ്നം നമ്മുടെ ജീവിതശൈലിയെ തന്നെ പരോക്ഷമായിട്ട് ബാധിക്കും. ആങ്സൈറ്റി കാരണം ചിലപ്പോൾ നമുക്ക് ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് മൂലമാകാം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു സ്ട്രെസ്സുമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ പോലും നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റാറില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോംവഴി കണ്ടെത്താനായിട്ട് പലരും ശ്രമിക്കാറുമില്ല. സ്ട്രെസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ ആങ്സൈറ്റി മൂലം നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗലക്ഷണങ്ങളും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ അശ്വഗന്ധ നമ്മളെ സഹായിക്കും. ഉറക്കമില്ലായ്മ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കും. ക്ഷീണം, അലസത തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാനായിട്ടും ഇത് സഹായിക്കും. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ ഇടയിൽ കോമൺ ആണ്. അപ്പോൾ ശരീരഘടന മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ ശരീരശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന അനുബന്ധങ്ങളിലൊന്നാണ് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം. ശരീരത്തിലെ കൊഴുപ്പ് ശതമാനം കുറയ്ക്കാനും ഇത് സഹായിക്കും. അങ്ങനെ നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കാതെ തന്നെ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ എത്തിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും അണുബാധകൾക്കെതിരെ പോരാടാനും അശ്വഗന്ധ ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള വീക്കം ഒഴിവാക്കാനായിട്ട് 250 മില്ലിഗ്രാം അമുക്കുരത്തിൻ്റെ സത്ത് ദിവസേന കുടിക്കുന്നത് നല്ലതാണ്. ഹൃദയാരോഗ്യത്തിന് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡുകൾ എന്നിവ ആരോഗ്യകരമായിട്ടുള്ള അളവിൽ നിലനിർത്തേണ്ടത് നിർണായകമാണ്. ഉയർന്ന കൊളസ്ട്രോൾ രക്തധമനികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇത് നല്ല ഭക്ഷണത്തിലൂടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ട്രൈഗ്ലിസറൈഡുകളെ സംബന്ധിച്ചിടത്തോളം രക്തധമനികളുടെ കാഠിന്യം, ധമനിയുടെ മതിലുകൾ കട്ടിയാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ടും ഇടയാക്കും. നമ്മുടെ കൊഴുപ്പിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് അമുക്കുരം വളരെയേറെ ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും നമ്മുടെ ഹൃദയാരോഗ്യം നന്നായിട്ട് നിലനിർത്താനായിട്ടും ഇത് സഹായിക്കും. മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള പരിക്കുകൾക്കുള്ള ചികിത്സയിലും നമുക്ക് അശ്വഗന്ധ ഉപയോഗിക്കാം. വാർദ്ധക്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അകറ്റുന്നതിലൂടെയും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും നാഡീകോശങ്ങൾ പഴയപടിയാക്കുന്നതിലൂടെയും ഇവ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹായമായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ പ്രകടനം മികച്ചതാക്കുന്നതിനും ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉത്തമമാണ്. അശ്വഗന്ധ അഥവാ അമുക്കുരം താരതമ്യേന സുരക്ഷിതമാണെങ്കിലും ചെറിയ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. ആയുർവേദ പരിഹാരങ്ങൾ ഉപയോഗിച്ച് പരിചിതമല്ലാത്ത ആളുകൾക്ക് തലവേദന, ഉറക്കം,
വയറ്റിലെ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അമുക്കുരം നൽകുന്ന ആരോഗ്യ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ടത് അത് സമ്മർദ്ദം കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം രാത്രി ഉറങ്ങുന്നതിന് മുൻപായിരിക്കും. ചിലർ ഇത് ഉറക്കചക്രം നിയന്ത്രിക്കുന്നതിന് ചൂടുള്ള പാലും തേനും ചേർത്ത് പൊടിച്ച രൂപത്തിലും കഴിക്കാറുണ്ട്. എന്നിരുന്നാലും ഇതുപോലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാതെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ.